നമ്മൾ ലക്ഷ്മണൻ കുറച്ച് ദിവസമല്ലേ നമ്മൾ കാണാത്തത്. നമ്മുടെ പരിപാടിയിൽ ഇപ്പം നമ്മൾ ഇവിടെ അല്ലെങ്കിൽ കൂടിയിരിക്കാനും വർത്താനം പറയാനൊക്കെ അയാളുണ്ടാവുന്നല്ലേ. അതെ, കുറച്ചാളെ കാണുന്നില്ലല്ലോ. അല്ല കോയിന്നേട്ടാ, അത് നിങ്ങൾ അറിഞ്ഞില്ലേ? നമ്മുടെ ലക്ഷ്മണേട്ടനെ വയനാട് ദുരന്തം ഉണ്ടായ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ പോയേക്കുവാണ്. ഈ ലക്ഷ്മണേട്ടന് നമ്മുടെ സിവിൽ ഡിഫൻസിന്റെ കുറെ ട്രെയിനിങ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അതല്ല നമ്മൾ ആയിരത്തി രണ്ട് നമ്മള് കുറച്ച് നമ്മുടെ കൂട്ടുകാർ പറയുന്നത് ചെറുപുഴ ഏകദേശം 5 ആൾക്കാരാണ് വയനാട്ടിലേക്ക് പോയത്. രണ്ടാളാണ് നമ്മൾ ഇവിടെ ഉള്ളത്. നമ്മളങ്ങനത്തെ ഒരു വിവരം അറിയില്ല. കഴിഞ്ഞ ദിവസം ഫോട്ടോയിലിട്ടുണ്ടായ ഗ്രൂപ്പിൽ കണ്ടില്ലാന്ന് തോന്നുന്നു. രക്ഷാപ്രവർത്തനം നടത്തുന്ന പറഞ്ഞാൽ എല്ലാവർക്കും പറ്റൂല. ഇപ്പൊ നമുക്കെല്ലാം പോയിട്ട് പെട്ടെന്ന് നടക്കാൻ കഴിയില്ല. അതൊരു മനസാന്നിധ്യം, അതൊരു ഒരു എന്താ പറയല്, അത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനുള്ള മനസാന്നിധ്യം. അത് 1000 ഒരാൾക്ക് കിട്ടുന്ന ഒരു കഴിവാണ്. അമ്പലത്തിലെ ബാബു എനിക്കിവിടെ യൂണിഫോം കിട്ടിയിട്ടുണ്ടായിരുന്നു. പുളിങ്ങത്തുണ്ടായിരുന്നു. അത് എന്തൊരു അപകടം നടന്നാലും പെട്ടെന്ന് ഈ സിവിൽ ഡിഫൻസ് സ്ഥലത്ത് എത്തിച്ചേരാം. അത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഈ ലക്ഷ്മണൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് നമ്മുടെ ടീമിൽ നമ്മുടെ കുടുംബത്തിലെ അംഗമല്ലേ അയാൾ. തീർച്ചയായിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും അയാളെ ഇവിടെ വരുമ്പോ ഇനിയിപ്പോ ഇന്ന് വരുമായിരിക്കും, അയാൾ വരുമ്പോ സ്വീകരണം കൊടുക്കാം. ഒരു സ്വീകരണം അത് നല്ല കാര്യം. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് നല്ല കാര്യമാണ്. നമ്മൾ ചെയ്തിരിക്കണം. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അയാൾ ആദരിക്കണം അഭിപ്രായം. ഒരു ഷാളൊക്കെ ഇട്ടിട്ടേ അടിപൊളിയാക്കാം. വരട്ടെ, നമുക്ക് അടിപൊളിയാക്കാം. ഞങ്ങളിവിടെ ലക്ഷ്മണന്റെ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. നാളായി കണ്ടിട്ട് ആരോഗ്യം നമ്മൾ നോക്കിയിട്ടില്ല. ആദ്യത്തെ പ്രവർത്തനം അതാണ് മെയിനായിട്ട്. ആൾക്കാരെ കാണാൻ പറ്റില്ല. അങ്ങനെയോട്ടാണ് ഭയങ്കര ഹൃദയഭേദമായ കാര്യങ്ങളാണ്. പത്രത്തെ കാണുന്ന നമ്മൾ ടി വി കാണുന്ന പുറത്തൊന്നും അവിടെ പോയി കഴിഞ്ഞാല് അവിടെ പോയി തന്നെ കാണും നമ്മള്. അയ്യോ പറഞ്ഞാൽ മതി, അത്രയും ഭീകരത. സംഭവം ഭയങ്കരമായിട്ട് ഓരോ ആൾക്കാരെ വിഷമം കണ്ടിട്ടുണ്ടെന്നല്ല നമ്മുടെ ഹൃദയം പിടിക്കും. അത് മാത്രമല്ല, അവിടുത്തെ ആ മണ്ണിന്റെ കല്ലിന്റെ ഇടയ്ക്ക് ഇനിയും ശവശരീരങ്ങളല്ല, ഇനിയും കിട്ടാത്ത മൃഗങ്ങൾ ഇഷ്ടംപോലെ ഇല്ല. കല്ല് നിലവാണ് നമ്മളൊരു ചെറിയ വീടിന്റെ അതിനപ്പുറം വലിപ്പിലെ കല്ല് കിലോമീറ്ററോളം നിറന്ന് കിടക്കുവാണ്. അതിന്റെ അടിയിലൊക്കെ ഇപ്പം പോയിട്ടുണ്ടാവും. നമുക്കത് ഹിറ്റാക്കി കൊണ്ടുപോലും മാറ്റാൻ പറ്റില്ല. അയ്യോ, ഇനിയിപ്പം ഇതുവരെ എല്ലാ പരിശോധന ഇപ്പം നിർത്തുവോ? പരിശോധന താൽക്കാലികമായിട്ട് നിർത്തിയിട്ടുണ്ട്. പിന്നെ ആൾക്കാരും കുറച്ച് ആൾക്കാർ എന്റെ അവരുണ്ട്. അതല്ല ഇതിൽ നിന്ന് കുറെ നമ്മുടെ ഈ വീടിന്റെ രേഖകളും സ്ഥലത്തിന്റെ രേഖകളും അത് കിട്ടിയാൽ നമ്മൾ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് എന്നിട്ട് ഓഫീസറടക്കം അവിടെ പോയിട്ട് പോലീസിനെ ബന്ധപ്പെട്ട് എല്ലാം കൂടി അവരെന്നെ എല്ലാം സീൽ ചെയ്ത് പോകും. അത് ഫസ്റ്റിലുണ്ടായിരുന്നു. ഇപ്പം പൊതുജനങ്ങൾ പുറത്തുനിന്ന് ആരെയും കൂടെ കയറുന്നില്ല. ഓരോ ബസ്സും അവർ ചെക്ക് ചെയ്തിട്ട് മാത്രമേ അങ്ങോട്ട് വിടുന്നില്ല. അവിടുത്തെ ആൾക്കാർക്ക് ഐഡന്റിറ്റി കാർഡ് ഉണ്ട്, അത് കാണിച്ചാൽ മാത്രമേ കൊടുക്കുള്ളൂ. പിന്നെ സേവന പ്രവർത്തകർക്ക് അവിടെ ചെന്നിട്ട് നമ്മൾക്ക് സിവിൽ ഡിഫൻസ് ഫയർ പ്രശ്നമില്ലേ നമ്മൾ പോകും. നമുക്ക് പിന്നെ അതിന്റെ പ്രശ്നമില്ല. അവിടെ ചെന്ന് ആൾക്കാർ ഇത്രയും എണ്ണം, ഇന്ന ആൾക്കാർ ഇന്ന ഭാഗത്തേക്ക് പോകണം. ഓരോ ഏരിയ ഉണ്ടല്ലോ, പിന്നെ പുഞ്ചിരി മല അങ്ങനെയൊക്കെ സ്ഥലമില്ലേ, അങ്ങോട്ട് ഓരോ ഇത്ര വായിച്ച അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞ് ബാക്കി ടോട്ടൽ കയ്യിലുണ്ടാവും. അങ്ങനെ പോകണം. അഭയാർത്ഥി ക്യാമ്പിലേക്ക് പോകാൻ പറ്റുമോ? നമ്മൾ അഭയാർത്ഥി ക്യാമ്പിൽ ആദ്യം ഭക്ഷണം കഴിച്ചത് രാത്രിക്ക്. അവരെ ശരിക്കും പറഞ്ഞാലേ അത് ചെറിയ കുട്ടികളൊക്കെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. നമുക്ക് ഭയങ്കര കണ്ണെന്ന് പറയുന്നത്. കാരണം ഇത്രയും വീടുകളൊക്കെ ഉണ്ടാക്കി അതിപ്പോ പറയുന്നത് നമുക്ക് സഹിക്കൂല. കാരണം അത്രയും കുട്ടികളും കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ കാണണം. അതൊരു വല്ലാത്ത സംഭവം. ഒരു കാര്യമാണ്, നമുക്കത് കണ്ടാലേ അതിന്റെ ആ ഭീകരത അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തെ കുറിച്ച് നമ്മള് ടി വി കാണുന്നില്ലേ, അത് നമ്മൾ അതിന്റെ അടുത്ത് പോയാലേ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. വേദന നമ്മളെ അത് മാത്രം. നമ്മളെ കേരളത്തെ സംബന്ധിച്ച ഒരു കാര്യമുണ്ട്. കേരളത്തിൽ എന്ത് പറ്റിയാലും നമ്മൾ എല്ലാം ഒന്നിച്ച് നിൽക്കും. അത് ഭയങ്കര നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ നന്മയാണ്. അല്ല, അതുകൊണ്ടാണല്ലോ ഇപ്പം അങ്ങോട്ട് ഇപ്പൊ നിങ്ങൾക്കാണ് അങ്ങോട്ടൊക്കെ പോകാൻ തോന്നിയത്. പിന്നെ നമ്മളിവര് വേറെ ചെയ്ത സമയത്ത് നമ്മൾ പോയിട്ടുണ്ട്, എന്ത് കാര്യത്തിൽ പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇതെല്ലാം നമ്മൾ നാട് അതുകൊണ്ട് അവിടെ ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. ഒരുപാട് സന്നദ്ധ പ്രവർത്തകന്മാരുണ്ട്. അത് SYS, DYFIന്റെ വനിതാ വിങ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ ഭാരത് സേവാ സമിതി അവരില്ലേ, അവരുണ്ട്. അവരെ എല്ലാവരും അടിപൊളിയായിട്ട് പ്രവർത്തനമാണ്. ഓരോ മുക്കും മൂലയും വരിച്ചു പൊരുക്കിയിട്ടാണ് അവര്. വശോ കാര്യങ്ങളൊന്നുമില്ല. ഭക്ഷണം ഉച്ചക്ക് അവിടെ സ്ഥലത്തെത്തി. ഈ ഭക്ഷണം നല്ല ഭക്ഷണം. നമ്മ ഭക്ഷണത്തിന്റെ വിശപ്പടക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം.
ചോറും ഒരു ചെറിയ പാക്കറ്റിന്റെ ചോറും അതിൽ കുറച്ച് പരിപ്പ് കറിയൊക്കെ ഉണ്ടാവും. അഭയാർത്ഥി ക്യാമ്പിൽ ഇനിയിപ്പോ അവിടെ താമസിക്കാനുള്ള ഒരു സെറ്റപ്പ് ആക്കാൻ ഇല്ല, അവിടെ കുറെ ഏരിയയിൽ താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവിടെ പറ്റൂല. കാരണം എന്താ അറിയാം, അത് നമ്മൾ ഗാർഡ് റിപ്പോർട്ടില്ലേ അതേപോലത്തെ സ്ഥലമല്ലേ. അപ്പൊ അത് പിന്നെ ഒരു പുഴന്റെ പിന്നെ താഴെയുള്ളവര് എല്ലാരും തലേന്ന് മാറി എല്ലാ വീട് പിടിച്ചു. അവര് ഏകദേശം സംഭവം ഏകദേശം കത്തി അവര് ഒഴിവായി. മോൾ ഭാഗത്തുള്ളവർ ആ കുഞ്ചിന് മേലെ താഴെയുള്ളവരാണ് കംപ്ലീറ്റ് പോയത് വെച്ചത്. അവര് പ്രതീക്ഷിക്കാത്ത രീതിയിൽ താഴെയുള്ളവര് വരുമെന്ന് വിചാരിച്ചു, അവരുടെ അടുത്ത് എത്തുമായിരുന്നു വിചാരിച്ചു. അവര് പ്രതീക്ഷിക്കാതെ അവരുടെ 85-ൽ ഒരു ഉരുള് പൊട്ടിയിട്ടുണ്ടായിരുന്നു. 85-ൽ അത് റവന്യൂ അവരുടെ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ അവിടെ ദിവസം നമുക്ക് ആ സ്ഥലം കാണിച്ചു. ആ മലയുടെ മുകളിൽ ഒരു വരയിൽ ദൂരത്തെ കാണുമല്ലോ. അപ്പൊ 19-ലും അവിടെ പൊട്ടി. അപ്പൊ ഈ പൊട്ടിയ സമയത്തൊക്കെ ഇത് പുഴയിൽ കൂടി ഇങ്ങനെ ഒഴുകിയിട്ട് പോയി. അപ്പൊ അവര് വിചാരിച്ചെന്താ അറിയോ, ഇത് അതേപോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പാവങ്ങൾ അവിടെ നിന്നത്. സംഭവം ഭീകരാവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരം. ഇതുവരെ നമ്മൾ ഇങ്ങനെ സംഭവം ആദ്യമായി ജീവിതത്തിൽ കാണുന്നു. പ്രധാനമന്ത്രി വന്ന സമയത്ത് നമ്മളാ പ്രധാനമന്ത്രി തിരിക്കുന്ന സമയം നമ്മളവിടെ എത്തുന്നു. നമ്മുടെ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സാമൂഹിക സംഘടനയിലെ വലിയ വലിയ മുതലാളിമാര്, മുഖ്യമന്ത്രി, അങ്ങനെ കുറെ ആൾക്കാരോട് ഉണ്ടായി. ഒരുപാട് ഇവരെല്ലാം വന്നുകൊണ്ട് ചെറിയൊരു ആശ്വാസം, ഇവർക്ക് ചെറിയൊരു സഹായം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവരെ ഒന്നും ആയിട്ടില്ല. കോർഡിനേഷൻ വരാനുണ്ടല്ലേ മൊത്തത്തിൽ. അതിനകത്ത് വേറെ കാര്യമുണ്ട്. ഓരോ സംഘടനകൾ ഇപ്പൊ ഞങ്ങൾ വർഷോപ്പ് അസോസിയേഷൻ തന്നെ 1 കോടി രൂപ 1 കോടി രൂപയാണ് കൊടുക്കാൻ പറയുന്നത്. അത് 4 കൂട്ടർക്ക്, അതായത് മരിച്ചുപോയ 2 പേരും അതിനകത്ത് വീടെല്ലാം നഷ്ടപ്പെട്ടവർക്കുമായിട്ട് 4 പേർക്കായിട്ട് നമ്മൾ ആ വീടും വെച്ചു കൊടുക്കാനാണ് തീരുമാനം അയക്കുന്നത്. അതിനുള്ള പിരിവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ അല്ല അത് നമ്മൾ നേരിട്ട് തന്നെ ചെയ്തു കൊടുക്കാനാണ്. നേരിട്ട് വീട് വെച്ചു കൊടുക്കാൻ ഇപ്പത്തെ തീരുമാനം. അതതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാല് പഴയ ആൾക്കാരല്ല, പുതിയ ചെറുപ്പക്കാരൊക്കെ കൈ അയച്ച് സഹായിച്ചു. ഞാനൊക്കെ അതിനകത്ത് രണ്ടുപേരും മരിച്ചിട്ടുണ്ട്, ഒരാളുടെ ബോഡി കിട്ടിയിട്ടില്ല. അങ്ങനെ വന്നിട്ടുണ്ട്. അവിടെ വാഹനങ്ങളൊക്കെ കാണണം. എല്ലാം കൂടി എന്താ പറയാ, അലുമിനിയം കലം അടിച്ചുരുട്ടിയ പോലെയാണുള്ളത്. പുതിയ വണ്ടികളൊക്കെ അന്ന് കണ്ടതിൽ ഏതാന്ന് നമ്മുടെ ആ ഒരു ഗ്യാസ് ടാങ്കറില്ലേ, അത് കാണായിരുന്നു. നമുക്ക് പറയാം ആ ഭീകരത. പുതിയ വണ്ടി അവിടെ ഒന്നും വെച്ചാലേ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമല്ലേ. അപ്പൊ അവിടെ ഇഷ്ടംപോലെ നല്ല നല്ല വണ്ടികളുണ്ട്. ഇതിൽ കൊണ്ടുപോകാനൊക്കെ ഇഷ്ടംപോലെ നല്ല വണ്ടികൾ. ആ വണ്ടികളൊക്കെ ഉരുട്ടിട്ട് മരത്തിൽ കിടക്കാൻ പോയി നിങ്ങൾക്ക് നമുക്ക് കാണണം. അത് മാത്രമല്ല, അവിടെ വന്ന മരങ്ങള് ഒരു 10 ആന പിടിച്ചാൽ പൊന്തൂല. അങ്ങനത്തെ മരങ്ങൾ അങ്ങനെ ചിന്നി ചെതറിയിട്ട് അതൊക്കെ ഇത് ശക്തി എന്താന്ന് പറയുക. അത് മാത്രം ഇത് വന്നിട്ട് നേരെ വലിയ പ്രതിപ്രവർത്തനം നടത്തിയത് പോയി. കാരണം ഇങ്ങനെ വന്ന് നേരെ അങ്ങ് അടിച്ചു കയറി ആടെ വെട്ടം വന്ന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് എല്ലാം തുടച്ചെടുത്ത് താഴെ കൊണ്ടിട്ടു. പിന്നെയാണ് ഈ സൂചിപ്പാറയിലേക്ക് മനുഷ്യൻ ഒന്നുമില്ല, ഒരടിക്കുന്ന ആൾക്കാർ. അയ്യോ, വീടിന്റെ തറ മാത്രമേ ബാക്കിയുള്ളൂ. തറ വേറൊന്നുമില്ല. തറ ചിലയുടെ ഫില്ലർ ബാക്കിയുണ്ട്. അതിന്റെ ഉള്ളിലെ ആ സ്കൂളിന്റെ ഒക്കെ അതേപോലെ 2ാം നിലയുടെ മുകളിൽ വരെ വെള്ളം 2ാം നിലയുടെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. സുരേഷേ, ഇങ്ങനെ പറഞ്ഞു പോവാണെങ്കിൽ നമുക്ക് പറഞ്ഞ ഒരിക്കലും തീരാത്ത അത്രയും ഒരുപാട് തീരൂല സംഭവം. ഒരുപാട് കഥകൾ. എന്തായാലും ലെഫ്റ്റനന്റ് അവിടെ പോയി അവരുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ആ ഒരു അവരുടെ വേദനയെ പങ്കുചേരുക മാത്രമല്ല, സന്നദ്ധ പ്രവർത്തനം കാര്യങ്ങളൊക്കെ നടത്തി. അത് നമുക്ക് നമ്മുടെ വിദ്മാൻ ടീമിനും ഒരു അഭിമാനകരമായ കാര്യമാണ്. അല്ല, കുയിലാവണ്ണത്തെ അന്തം വിട്ടു പോയി ഇവന്റെ വർത്താനം കഴിഞ്ഞു. ഞാൻ നോക്കുമ്പോൾ കാപ്പാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കത് അവിടെ പോയി നോക്കിയാൽ നമുക്കെന്നെ മനസ്സിലാവും. ലക്ഷ്മണ, നിങ്ങളുടെ താമസപരിക്ക് എങ്ങനെയാണ്? താമസം നമ്മൾ അവിടുന്ന് ഒരു 25 കിലോമീറ്റർ ദൂരം കൽപ്പറ്റയിലാണ് നമ്മൾ താമസം. സ്കൂളിൽ അവിടെ വലിയൊരു സ്കൂളുണ്ട്. നല്ല വൃത്തിയുള്ള സ്കൂളാണ്. കുഴപ്പമില്ല. അവിടെ തന്നെ ഭക്ഷണത്തെ അവിടെ തന്നെ രക്ഷാപ്രവർത്തകരെല്ലാവരും ഒന്നിച്ച് ഒരേ സ്ഥലത്ത് തന്നെയാണ്. അല്ല, പക്ഷേ ഓഫീസർമാർക്കും വേറെ താമസമുണ്ട്. നമ്മളെ കൂടെ വന്നവരൊക്കെ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ റിസോർട്ടിൽ താമസിക്കുന്നവരുണ്ട്. അതെല്ലാം വലിയ വലിയ ഓഫീസർമാർ. അല്ല, ഈ മിനിസ്റ്റർമാരൊക്കെ നിങ്ങളെ കൂട്ടത്തില് തെരച്ചിലിന് പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മുമ്പ് പോയ ആൾക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൊടുത്തിട്ടുണ്ടായില്ല. രായമന്ത്രി മറ്റേ മുണ്ടൊക്കെ മടക്കി കുത്തിയിട്ട് പിന്നെ
അതെ 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 നോക്കിയേക്കാൻ പറ്റും. ശരിയാ ശരിയാ നമ്മളാരും നോക്കി നോക്കൂല അവിടെ പോയി എന്തെങ്കിലും ചെയ്യും അവരെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ പറ്റുന്ന രീതി ചെയ്യും. അത് ശരിയാ അതെ ഭീകരമായ അവസ്ഥയാണ്. അത്ര മലയാളികളെ ഈ കൂട്ടായ്മ നമുക്ക് എന്നും അഭിമാനിക്കാൻ അയ്യോ പറഞ്ഞത് നമ്മളെ കേരളത്തിൽ ജനിച്ചു തന്നെ നമ്മളെ ഏറ്റവും വലിയ ഭാരതത്തിൽ ഇത് പറഞ്ഞ് നമ്മുടെ ആ ഒരു അല്ലേ? വേറൊരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു ദുരന്തം നടന്നാൽ ആളെ അയ്യോ നമ്മളെ കേരളീയ കൂട്ടായ്മ ഭയങ്കരമാണ് അത് ലോകം മുഴുവൻ ഞാൻ ആ അതുകൊണ്ട് ഇത്രയും സഹായങ്ങൾ വരുന്നു. ആ, അതെ പച്ചക്കറികൾക്ക് ഇപ്പൊ മാറി തൽക്കാലം നിർത്തിവെക്കാനാണ് പറഞ്ഞത് അത്രയും അടിയുണ്ട് സംഭവം അങ്ങോട്ടൊന്നും അധികം കയറ്റിവിടണമെന്നാണ് എന്നിട്ട് ഇപ്പൊ കേട്ടിട്ടുണ്ടാവില്ല നമുക്ക് ലക്ഷ്മണനെ ആദരിക്കുന്ന ചടങ്ങ് നടത്താം. പിന്നെ തീർച്ചയായും അതല്ലേ വേണ്ടേ അപ്പോ അതിന്റെ രീതിയിലേക്ക് നമുക്ക് നമ്മുടെ ടീമിൽ എല്ലാവരും വിളിക്കാം. അതെ തമാശ ജോബിൻ ജോബി അലീന എല്ലാവരും ലക്ഷ്മേട്ടാ ഇതൊരു പൊന്നാടയല്ല, നമ്മള് ഗുരുമാൽ ടീമിന്റെ സ്നേഹമാണ്. സ്നേഹമാണ് അത്രയും +2 പഠനം കഴിഞ്ഞില്ലേ? ഇനി എന്തെന്ന് സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരന് പഠിക്കുവാൻ ഒരു കോളേജുണ്ട്. ചെറുപുഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്. 2 വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും. ആഴ്ചയിൽ 500 രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി. പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുമുണ്ട്. ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ്, കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി. അഡ്മിഷൻ ഉറപ്പാക്കൂ. 1/4 നൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ്, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9947771550 9446007032 9847813409. ലാൻഡ് ഫോൺ 04985 200 228. ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും